ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം സെക്കൻഡ് ടേം 2024-25 പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ പ്രവർത്തനം, പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ ഉപയോഗവും ഉൾപ്പെടുന്ന പട്ടിക ഒരു കുട്ടി തയ്യാറാക്കുകയായിരുന്നു. ചില ഭാഗങ്ങൾ വിട്ടുപോയി. പട്ടിക പൂർത്തിയാക്കുക. വ്യത്യസ്ത തരം പല്ലുകൾ ഉപയോഗം. ഒന്നാമത്തെ, ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഏതാണ് ഒന്നാമത്തെ ഉത്തരം? ഉളിപ്പല്ല്. ഇനി കോമ്പല്ലിൻ്റെ ഉപയോഗം, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. അഗ്രചർവണകം, ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. ചർവണകം മോളാർ, ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ തന്നെ. ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാംസാഹാരികളിൽ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്ന പല്ല് ഏത്? ഉത്തരം കോമ്പല്ല്. ഇനി സി ക്വസ്റ്റ്യൻ, മധുരപലഹാരങ്ങൾ കഴിച്ച ശേഷം വായ കഴുകാതിരുന്നാൽ പല്ല് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട്? ഈ മധുരമുള്ള വസ്തുക്കൾ ഇനാമലിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഈ വസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കും. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് പല്ലുകളെ നശിപ്പിക്കുന്നു. വാ കഴുകിയിട്ടുണ്ടെങ്കിൽ ആ മധുരം പോകുന്നു. അപ്പോൾ പല്ലുകളെ ബാക്ടീരിയയുടെ പ്രവർത്തനം നടക്കുന്നില്ല. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, മനുഷ്യരക്തത്തിലെ ഘടകങ്ങൾ വേർതിരിച്ചപ്പോൾ ലഭിച്ച പദാർത്ഥങ്ങളുടെ ചില പ്രത്യേകതകൾ താഴെ കൊടുക്കുന്നു. പ്രത്യേകതകൾ മനസ്സിലാക്കി ഘടകം ഏതാണെന്ന് എഴുതുക. രക്തത്തിലെ ദ്രാവക ഭാഗം, ഉത്തരം പ്ലാസ്മ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകൾ. നിശ്ചിത ആകൃതിയില്ല, പക്ഷെ ന്യൂക്ലിയസ് ഉണ്ട്, മർമ്മമുണ്ട്, അതായത് വെളുത്ത രക്താണുക്കൾ, WBC. നാലാമത്തെ, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഹീമോഗ്ലോബിൻ ചുവന്ന രക്താണുക്കളിലാണ്, അതായത് RBC. ഇനി ബി ക്വസ്റ്റ്യൻ, ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളെയും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മങ്ങളായ കുഴലുകൾ ആണ് രക്തലോമികകൾ. ഇനി മനുഷ്യഹൃദയത്തിൻ്റെ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ, രണ്ടെണ്ണം കൂടി എഴുതുക. രണ്ടെണ്ണം അവർ തന്നിട്ടുണ്ട്. ഒന്ന്, മുഷ്ടിയോളം, നമ്മുടെ കൈയുടെ മുഷ്ടിയോളം വലിപ്പമുണ്ട്. പിന്നെ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് രണ്ടെണ്ണം കൂടി എഴുതണം. അതൊന്ന്, മനുഷ്യഹൃദയത്തിന് 4 അറകളുണ്ട്. പെരികാർഡിയം എന്ന ഇരട്ടസ്തരം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ പ്രവർത്തനം, ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. പ്രകാശത്തിൻ്റെ ഏതെല്ലാം പ്രതിപതന രീതികളാണ് ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ പാരലായിട്ടുള്ള ചിത്രം 1, അത് ക്രമ പ്രതിപതനം. രണ്ടാമത്തെ സ്കാറ്റേഡ്, ചിതറിയ രീതിയിലാണ്, അപ്പോൾ അത് വിസരിത പ്രതിപതനം. ബി ക്വസ്റ്റ്യൻ, നേരിട്ട് സൂര്യപ്രകാശം പതിക്കാത്ത മുറിയിൽ കാഴ്ച സാധ്യമാകുന്നത് ഏത് പ്രതിപതനം മൂലമാണ്? ആൻസർ വിസരിത പ്രതിപതനം. സി ക്വസ്റ്റ്യൻ, പെരിസ്കോപ്പ് നിർമ്മാണത്തിന് ഏത് തരം ദർപ്പണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സമതല ദർപ്പണം, പ്ലെയിൻ മിറർ. പ്രകാശത്തിൻ്റെ പ്രതിപതനവുമായി ബന്ധപ്പെട്ട ഏതു തത്വമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ആവർത്തന പ്രതിപതനം. നാലാമത്തെ പ്രവർത്തനം, വിവിധ തരം വസ്തുക്കളിലൂടെ ടോർച്ച് പ്രകാശിപ്പിച്ച് ഭിത്തിയിൽ പതിപ്പിക്കുന്ന പരീക്ഷണം നടത്തുകയാണ് കുട്ടി. നിരീക്ഷണങ്ങൾ താഴെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. വസ്തു, ബട്ടർ പേപ്പർ, പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നു. മിനുസമുള്ള ടൈൽ പ്രകാശത്തെ കടത്തിവിടുന്നില്ല. ജനൽ ചില്ല് പ്രകാശം നന്നായി കടത്തിവിടുന്നു. ഉരച്ച ചില്ല് പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നു. മരക്കട്ട പ്രകാശം കടത്തിവിടുന്നില്ല. ചില്ല് ഗ്ലാസ്സിൽ എടുത്ത ശുദ്ധജലം പ്രകാശം നന്നായി കടത്തിവിടുന്നു. ഇനി ഈ പട്ടിക പരിശോധിച്ച് പ്രകാശത്തെ നന്നായി കടത്തിവിടുന്നവ സുതാര്യ വസ്തുക്കൾ, ഭാഗികമായി കടത്തിവിടുന്നവ അർദ്ധധാര്യ വസ്തുക്കൾ, കടത്തിവിടാത്തവ അധാര്യ വസ്തുക്കൾ എന്നിവയ്ക്ക് ഉചിതമായ തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്തുക. ഇപ്പോൾ ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടാക്കുക. സുതാര്യ വസ്തു, ജനൽ ചില്ല് ഗ്ലാസ്സിലെടുത്ത ജലം, സുതാര്യം, പ്രകാശത്തെ നന്നായി കടത്തിവിടുന്നത്. അധാര്യ വസ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശം ഒട്ടും കടത്തിവിടില്ല, അതാണ് മരക്കട്ടയും മിനുസമുള്ള ടൈലും.
ഈ അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രകാശം കടത്തിവിടും. അത് ബട്ടർ പേപ്പറും ഉരച്ച ചില്ലും. ബി ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഇവയിൽ സമതല ദർപ്പണത്തിലെ പ്രതിബിംബവുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുത്തെഴുതുക. ഇവയിൽ ഒന്ന്, പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കും. രണ്ടാമത്തെ ഇതാണ്, വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. ഇനി ഒരു സമതല ദർപ്പണത്തിലെ പതനകോൺ ഇൻസിഡൻറ്റ് റേ 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണിൻ്റെ റിഫ്ലക്റ്റഡ് റേയുടെ അളവ് എത്രയാണ്? അപ്പോൾ ലോ അനുസരിച്ച്, നിയമം അനുസരിച്ചിട്ട് പതനകോണും പ്രതിപതനകോണും ഈക്വലായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ 40 ഡിഗ്രി തന്നെയാണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ പ്രവർത്തനം, ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില ശരീരഭാഗങ്ങളും അവയുടെ ധർമ്മവും ഉൾപ്പെടുന്ന പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക. ശരീരഭാഗം, ധർമ്മം, ഇത് ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്, ആമാശയം. ഇനി രണ്ടാമത്തെ, ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്, വില്ലസ്, ചെറുകുടലിൽ. ഈ വൻകുടലിൻ്റെ ജോലി ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യൽ. ചെറുകുടലിലാണ് ദഹനം പൂർത്തിയാക്കുന്നത്. ബി ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് അമീബയിലെ പോഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുക. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, സംശീകരണം, പുറന്തള്ളൽ, ആഗിരണം, ആഹാര സ്വീകരണം, ദഹനം, ശ്വസനം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഓർഡറിൽ എഴുതണം. അത് ആദ്യത്തെ ആഹാര സ്വീകരണം, രണ്ടാമത്തെ ദഹനം, പിന്നെ ആഗിരണം, സ്വാംശീകരണം തന്നിട്ടുണ്ട്, പിന്നെ പുറന്തള്ളൽ. ഇനി സി ക്വസ്റ്റ്യൻ, അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം പെരിസ്റ്റാൾസിസ്. ആറാമത്തെ പ്രവർത്തനം, എല്ലാ വസ്തുക്കളും താപത്തെ കടത്തിവിടുമോ എന്ന് പരിശോധിക്കുന്നതിനുള്ള പരീക്ഷണത്തിനായിട്ട് ഉപയോഗിച്ച വസ്തുക്കളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചൂട്, താപം എന്ന് പറഞ്ഞാൽ ചൂട്, അലുമിനിയം കമ്പി, ചെമ്പ് കമ്പി, മരക്കഷ്ണം, ഇരുമ്പ് കമ്പി, പ്ലാസ്റ്റിക് ദണ്ട്, ഇങ്ങനെയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാനുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? മരക്കഷ്ണവും പ്ലാസ്റ്റിക് ദണ്ടും. കാരണം എന്ത്? കാരണം ഇവ കുചാലകങ്ങളായതിനാൽ, അതായത് താപം കടത്തിവിടുന്നില്ല, സുതാര്യല്ല, കുചാലകങ്ങളായതിനാൽ, താപം കടത്തിവിടാത്തതിനാൽ, ഇൻസുലേറ്റേഴ്സ്. ഇനി ബി ക്വസ്റ്റ്യൻ, പകൽ സമയം കടൽ തീരത്ത് എത്തിയാൽ തണുത്ത കാറ്റ് അനുഭവപ്പെടും. ഈ കാറ്റ് എവിടെ നിന്നാണ് വീശുന്നത്? കടലിൽ നിന്ന് അല്ലേ? ഇത് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. പകൽ സമയം കരയിലെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. കടലിലെ തണുത്ത വായു അപ്പോൾ കരയിലേക്ക് വീശുന്നു. ഇനി സി ക്വസ്റ്റ്യൻ, ദ്രാവകങ്ങളിലെ താപീയ വികാസം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരെഴുതുക. ഉത്തരം തെർമോമീറ്റർ. ഏഴാമത്തെ പ്രവർത്തനം, മഗ്നീഷ്യവും വിനാഗിരിയും ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൻ്റെ ചിത്രം നിരീക്ഷിച്ച ശേഷം താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ആ ടെസ്റ്റ് ട്യൂബിൽ മഗ്നീഷ്യവും ചൊറുക്കി എടുത്തിട്ടുണ്ട് അല്ലേ, വിനാഗിരി എന്ന് പറഞ്ഞാൽ ചൊറുക്ക. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിച്ചിരുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി വെച്ച ശേഷം ടെസ്റ്റ് ട്യൂബ് തുറന്നാൽ എന്തു സംഭവിക്കും? അപ്പോൾ ശബ്ദത്തോടെ കത്തുന്നു. ഉത്തരം. കാരണം എന്താണ്? അതിനകത്ത് മഗ്നീഷ്യവും വിനാഗിരിയും കൂടി റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ഫ്ലെയിമബിളാണ്, പെട്ടെന്ന് കത്തും, അത് ശബ്ദത്തോടെ കത്തുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ട്യൂബ് വിരൽ കൊണ്ട് അടച്ചു പിടിച്ചത് എന്തിനാണെന്ന് വിശദീകരിക്കുക. ഹൈഡ്രജന് ഭാരം കുറവാണ്, അതിനാൽ അത് മുകളിലേക്ക് പോകുന്നത് തടയാൻ. ഹൈഡ്രജൻ പുറത്തേക്ക് പോകുന്നത് തടയാനാണ്, ഹൈഡ്രജൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ട്യൂബ് വിരൽ കൊണ്ട് അടച്ചു പിടിച്ചത്. ഇനി ഈ പരീക്ഷണത്തിൽ വിനാഗിരിക്ക് പകരം, ചൊർക്കയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന 2 പദാർത്ഥങ്ങളുടെ പേരെഴുതുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കാം, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാം. ഇനി പ്രവർത്തനം 8,
പാകം ചെയ്ത ആഹാര പദാർത്ഥം കുറച്ചു സമയത്തിനുള്ളിൽ തണുത്തു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഏതെല്ലാം താപപ്രേഷണ രീതികളിലൂടെയാണ് ആഹാരത്തിലെ താപം നഷ്ടപ്പെടുന്നത്? ഏതൊക്കെയാണ്? ചാലനം, സംവഹനം, വികിരണം. ഇതിലേതെങ്കിലും ഒരു താപപ്രേഷണ രീതി വിശദീകരിക്കുക. സംവഹനം. ചൂടുള്ള വായു മുകളിലേക്ക് പോകുമ്പോൾ തണുത്ത വായു ആ സ്ഥലത്ത് നിറയുന്നു. അതാണ് സംവഹനം. ഇനി അടുത്തത് ആഹാരത്തിലെ താപം നഷ്ടപ്പെടാതിരിക്കുന്നതിനുള്ള ഒരു മാർഗം നിർദ്ദേശിക്കുക. ഏതൊക്കെയാണ്? പാത്രം മൂടി വയ്ക്കുക. സംവഹനം തടയാൻ സാധിക്കും. നിർദ്ദേശിച്ച മാർഗം സ്വീകരിക്കുമ്പോൾ താപം നഷ്ടപ്പെടാതിരിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. ചൂടാറാത്ത പാത്രങ്ങളിലും സൂക്ഷിക്കുക.